നോക്കൂ, സ്വാഭാവികമായും കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ് ഇക്കാര്യത്തിൽ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ, ഹൈക്കോടതി വിധിയാണല്ലോ ഇപ്പോൾ ലോ ഓഫ് ദ ലാൻഡ് എന്ന് പറയുന്നത്. അതിന് ന്യായീകരിക്കത്തക്ക കാരണങ്ങൾ സ്വാഭാവികമായും ഹൈക്കോടതിക്കുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മാത്രമല്ല, ഈ ക്ഷേത്രഭൂമി വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നുള്ള ഒരു പൊതു കാര്യം യഥാർത്ഥത്തിൽ കൂടുതൽ കൂടുതൽ തീർപ്പ് കൽപ്പിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസമാണ് ആ, ആ, തിരുവനന്തപുരത്ത് തന്നെ ഒരു ക്ഷേത്രഭൂമി RSSൻ്റെ ശാഖാ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്ന് ആക്ഷേപമുയർന്നതിനെ തുടർന്ന് ആ ക്ഷേത്ര ഭാരവാഹികൾ കേരള ഹൈക്കോടതിയിലെത്തി അക്കാര്യത്തിലൊരു തീർപ്പ് വാങ്ങിയിട്ടുള്ളത്. അവിടെ ഈ പാൻപരാഗിൻ്റെ ഒക്കെ തന്നെയും മാലിന്യമുണ്ട്, മദ്യത്തിൻ്റെ ഉപയോഗമുണ്ട്, ആയുധ പരിശോധന മാസ്റ്ററിൽ നടക്കുന്നു എന്നുള്ള ആക്ഷേപത്തിൻ്റെ പുറത്താണ് ഹൈക്കോടതി അക്കാര്യത്തിൽ തീർപ്പ് കൽപ്പിച്ചത്. ക്ഷേത്രഭൂമി മറ്റാവശ്യങ്ങൾ, അത് ദേവൻ്റെ ഭൂമിയാണ്. അവിടെ ഉത്സവ ആവശ്യങ്ങൾക്കല്ലാതെ മറ്റു കാര്യങ്ങൾക്ക് ഇത്തരം ഭൂമി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് നേരത്തെ തന്നെ തീർപ്പ് കൽപ്പിച്ചിട്ടുള്ള. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ചക്കുവള്ളി ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ പോലും ആ വിധിന്യായമൊക്കെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സർക്കാർ പരിപാടിക്കാണെങ്കിൽ തന്നെയും ക്ഷേത്രഭൂമി വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വ്യത്യസ്ത സംഘടനകൾ താല്പര്യം പ്രകടിപ്പിക്കുന്നത് കൊണ്ട് തന്നെ, പ്രത്യേകിച്ച് ഈ നിലയിൽ ശാഖാ പ്രവർത്തനത്തിനൊക്കെ ഉപയോഗിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നതുകൊണ്ട് തന്നെ പൊതുവായുള്ള ഒരു ഉപയോഗം കുറയ്ക്കുന്നതാണ് നല്ലത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ ഈ ചക്കുവള്ളി ക്ഷേത്രത്തിൻ്റെ കാര്യത്തിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് യഥാർത്ഥത്തിൽ ദേവസ്വം ഭൂമി ആണെങ്കിൽ തന്നെയും ഇത് ക്ഷേത്രഭൂമിയല്ല. ചക്കുവള്ളി ദേവസ്വവുമായി ബന്ധപ്പെട്ടൊരു CBSE സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ CBSE സ്കൂളിന് നമുക്ക് സാധാരണഗതിയിൽ CBSEയുടെ ഹൈസ്കൂൾ ലഭിക്കുന്നതിന് വേണ്ടി 3 ഏക്കർ സ്ഥലം ആവശ്യമായി വരും. അപ്പോൾ ആ 3 ഏക്കർ സ്ഥലത്തിന് വേണ്ടി യഥാർത്ഥത്തിൽ ഈ ഭൂമിയാണ് കാണിച്ചിട്ടുള്ളത്. ആ ഭൂമിയാണ് യഥാർത്ഥത്തിൽ സർക്കാർ ഇപ്പോൾ നവകേരള സദസ്സിൻ്റെ ഒരു നിയമസഭാ മണ്ഡലത്തിലെ പരിപാടിക്ക് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് പക്ഷേ ഈ ദേവസ്വം ഭൂമി ഏത്, സ്കൂളിൻ്റെ ഭൂമി ഏത് എന്ന നിലയിൽ വേർതിരിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം. അത് ദേവസ്വം ഭൂമി എന്നുള്ള നിലയിൽ തന്നെ ആയിരിക്കാം, രേഖകൾ എന്നതുകൊണ്ടായിരിക്കാം. ഞാൻ ഏറ്റവും ഒടുവിൽ പോലും അതിൻ്റെ വിധിന്യായത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു, പക്ഷേ വിധിന്യായം പുറത്തു വന്നിട്ടില്ല. ഒരുപക്ഷെ ആ നിലയിൽ വേർതിരിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ ഭൂമി കേരള ഹൈക്കോടതി വിട്ടുകൊടുക്കാതിരിക്കുന്നത്. ഞാൻ അതിനെ സ്വാഗതം ചെയ്തു. കാരണം ക്ഷേത്രഭൂമി മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് തടയിടുക തന്നെ വേണം. പ്രത്യേകിച്ച് ഈ ശാഖാ പ്രവർത്തനങ്ങൾക്കൊക്കെ അത് ഉപയോഗിക്കാൻ വേണ്ടി പലരും താല്പര്യം പ്രകടിപ്പിക്കുന്നു. അതാണ് എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളത്. Meet the editors.